അസ്സലാമലൈക്കും. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ഫ്രൈ പാനിൽ ഒരു മുറി തേങ്ങൻ്റെ നല്ല ഭാഗം മാത്രം എടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് കറക്കി കളയുക. ആദ്യം പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിൽ കറക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. കളറ് മാറിപ്പോറും. ഇത് ശംഖുപുഷ്പം തിളപ്പിച്ചിട്ട് ഞാൻ തണുപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ്, പിന്നെ അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് ബ്രെഡ് മുക്കിയെടുക്കാനുള്ളൊരു മിൽക്ക് സിറപ്പാണ്. ഗോതമ്പിൻ്റെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് നോക്കാം. അതൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാല്, പിന്നെ അതുപോലെ തന്നെ ഇത് കട്ടിയാക്കി എടുക്കണം നമുക്ക്. അതിന് കുറച്ച് കട്ടിയാകുന്നവരെ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ബാദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്ത അതൊന്ന് പിന്നെ ഒരു കവറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ലിക്വിഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചേരെ ഈ കളറായിട്ട് വന്ന് ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ബ്രെഡ് എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. നോമ്പിന് നമുക്ക് ഇത് എണ്ണയില്ലാത്ത പലഹാരമാണല്ലോ, അപ്പോൾ നോമ്പിന് ഇതുവെല്ലാം ചെയ്തെടുക്കുക. ചെറിയ കുട്ടികൾക്ക് ഒരു നേരം പോക്കായിരിക്കും, സ്കൂളൊന്നും ഇല്ലല്ലോ. കുട്ടികളെ കൊണ്ട് ഇതുപോലെയെല്ലാം ചെയ്യിച്ചാൽ മതി. ഇത് ഒരിക്കൽ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ അടുപ്പിൽ വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമ്മൾ കൈയുടെ അടിയിൽ വെച്ചിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക, അതിൻ്റെ നടുക്ക് മാത്രം. എന്നിട്ട് വേറൊരു പീസ് കൂടി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് മെല്ലെ ഒന്ന് സൈഡുണ്ടല്ലോ അത് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ലിക്വിഡ് മുക്കുന്ന സമയത്ത് തുറന്നു പോകുന്നതിന് അത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചെടുക്കുന്നത്. ഇനി മെല്ലെ ഈ സിറപ്പിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് പിഴിഞ്ഞാളിയുക, അധികം വെള്ളമായി പോകണ്ട. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ആ ഇതുണ്ടല്ലോ തേങ്ങാ പൗഡർ ഉണ്ടല്ലോ അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ തേങ്ങാ പൗഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും മതി. 6 പീസ് ബ്രെഡ്, നമുക്കിപ്പം 3 പിന്നെ ബ്രെഡാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുക. അത് ചെറിയ ഇതിന് കണക്കായ ഒരു പാത്രം ഉണ്ടല്ലോ, പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നടുക്ക് സെൻറ്ററിൽ എന്തെങ്കിലും അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പിസ്തയോ പൊടിച്ചതും എല്ലാം ഒന്ന് ഒരു ഭംഗിക്ക് വെച്ചെടുക്കുക. അതിൻ്റെ മേലെ ചെറിയോ അല്ലെങ്കിൽ പ്ലമ്മോ വെച്ച് കൊടുക്കുക. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. മക്കളെ എക്സാമാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ട് എക്സാം എഴുതുക, പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക, കൂടെ വെള്ളം കുടിക്കുക. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.